ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. EJKയുടെ വീക്കെൻഡ് റിവ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് പാർട്ട് 4 റിവ്യൂ ആണ്, ലാസ്റ്റ് പാർട്ടാണ്. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡും കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അതിൻ്റെ എല്ലാ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. എല്ലാവരും കയറി ചെക്കൗട്ട് ചെയ്യുക. അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുവാണെങ്കിൽ കണ്ടിന്യൂഷൻ കിട്ടും, നിങ്ങൾക്ക് ആ കഥ ഫുള്ളായിട്ട് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് ശ്യാമിനെ ശ്രുതി വിളിക്കുന്ന വെച്ചാണ്. അപ്പോൾ ശ്യാമിനെ ശ്രുതി അങ്ങനെ വിളിക്കുന്നുണ്ട്, എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ എയർപോർട്ടിൽ വരണം, എന്നിട്ട് അശ്വിൻ സാറിൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയണം. എല്ലാ കാര്യങ്ങളും എന്ന് വെച്ചാൽ നമ്മൾ തമ്മിൽ ഒരു പ്രണയമോ മറ്റോ ഇല്ല, പിന്നെ അന്ന് നടന്ന സംഭവങ്ങളൊക്കെ എല്ലാം തന്നെ പറയണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതേക്കുന്ന ശ്യാമാണെങ്കിൽ ഞാൻ എല്ലാം പറയാം എന്നൊക്കെ ശ്രുതിക്ക് വാക്കും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ശ്രുതി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ശ്യാമിനെ. ഈ സമയത്താണെങ്കിൽ അവിടെ അശ്വിനും ഉണ്ട്. അപ്പോൾ അശ്വിനാണെങ്കിൽ അറിയില്ല ഇപ്പോൾ ശ്യാം വരുമെന്നുള്ള കാര്യമൊന്നും ശ്രുതിയോട്ട് പറയുന്നില്ല, ഒരാൾ വരും എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ അശ്വിൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സമയം 10 മിനിറ്റൊക്കെ കഴിഞ്ഞിരിക്കും. അപ്പോഴത്തേക്ക് അശ്വിൻ വാച്ച് നോക്കിയിട്ട് പറയുന്നുണ്ട് എൻ്റെ ഫ്ലൈറ്റ് വരാൻ സമയമായി, 10 മിനിറ്റ് കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ ഞാൻ പോവുകയാണെന്ന് പറയുന്നുണ്ട്. ഇതേക്കുന്ന ശ്രുതിക്കാണെങ്കിൽ തടയാനും പറ്റുന്നില്ല. പിന്നീടാണെങ്കിൽ അശ്വിൻ എയർപോർട്ടിലേക്ക് കയറിപ്പോവും. ആ സമയത്ത് ശ്രുതിക്ക് അശ്വിൻ പോകുന്ന കണ്ട് നല്ല വിഷമം വരുന്നുണ്ട്. ശേഷമാണെങ്കിൽ അശ്വിൻ ഇങ്ങനെ നടക്കുന്ന ആ വഴിയിലെല്ലാം അശ്വിൻ്റെ മനസ്സിൽ ശ്രുതിയെക്കുറിച്ചുള്ള വിചാരം മാത്രമായിരിക്കും. അങ്ങനെ അശ്വിൻ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്, അവളില്ലാതെ എനിക്ക് എന്തായാലും ജീവിക്കാൻ പറ്റില്ല, ഒരു ദിവസം പോലും അവളില്ലാതെ എനിക്ക് കഴിച്ചു കൂട്ടാൻ പോലും പറ്റത്തില്ല, അവളെ കാണാതിരിക്കാനേ എനിക്ക് പറ്റില്ല ഒരു നിമിഷം പോലും, അതുകൊണ്ട് എനിക്ക് അവളെ കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞ് അശ്വിൻ അങ്ങനെ എൻ്റെ പ്രണയം അങ്ങനെ തിരിച്ചറിയുവാണ്. ശ്യാമുമായിട്ടുള്ള ശ്രുതിയുടെ ആ ഒരു തെറ്റിദ്ധാരണ കാര്യങ്ങളൊക്കെ അശ്വിൻ അങ്ങനെ മനസ്സിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ട് സന്തോഷത്തോടു കൂടി തന്നെ ശ്രുതിയെ കാണാൻ വേണ്ടി ഇങ്ങനെ തിരിയുന്നുണ്ട്. ആ സമയത്തായിരിക്കും ആ ട്വിസ്റ്റ് വരുന്നത്, അതായത് ആരും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റാണ് ആ സമയത്ത് വരുന്നത്. അങ്ങനെ അശ്വിൻ ഇങ്ങനെ സന്തോഷത്തോടു കൂടി ശ്രുതിയെ കാണാൻ വേണ്ടി ഇങ്ങനെ തിരിഞ്ഞ് നടക്കാൻ പോകുന്ന സമയത്താണ് ഒരു ഗുണ്ട പെട്ടെന്ന് അശ്വിൻ്റെ തോളത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങളല്ലേ അശ്വിൻ സായിറാം എന്ന്. അത് കേൾക്കുന്ന അശ്വിനാണെങ്കിൽ അതെ ഞാൻ അശ്വിൻ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ ആ ഗുണ്ടകൾ ഇങ്ങനെ അശ്വിൻ്റെ മുഖമൊക്കെ പൊത്തി പിടിച്ചുകൊണ്ട് അശ്വിനെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്, കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകുന്നതാണ് അവിടുന്ന്. പിന്നീടാണെങ്കിൽ ഒരു എപ്പിസോഡിലും അശ്വിനെ കാണിക്കത്തില്ല. ആ കിഡ്നാപ്പ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു എപ്പിസോഡിലും അശ്വിനെ കാണിക്കുന്നില്ല, അതായത് അടുത്തൊരു 5-6 എപ്പിസോഡിലങ്ങാണ്ട് അശ്വിനെ കാണിക്കുന്നില്ല ഹിന്ദിയിൽ. മലയാളത്തിൽ എനിക്കറിയില്ല എങ്ങനെയാണെന്ന്. പിന്നീട് കാണിക്കുന്ന ശ്രുതിയാണ്. അങ്ങനെ ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ അശ്വിൻ പോയല്ലോ എന്നുള്ള ചിന്തയിലും പിന്നെ ശ്യാം വന്നില്ലല്ലോ എന്നുള്ളതൊക്കെ വിചാരിച്ച് ഇങ്ങനെ നിൽക്കുമായിരിക്കും. എന്നിട്ട് ശ്രുതി ഇങ്ങനെ ആ എയർപോർട്ടിൻ്റെ പുറത്ത് തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും അശ്വിൻ പോയല്ലോ, അതുകൊണ്ട് തന്നെ അശ്വിൻ്റെ ഫ്ലൈറ്റ് പോകണ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ശ്രുതിയുടെ മനസ്സിൽ ചെറിയ പ്രതീക്ഷയൊക്കെ ഉണ്ട്, അശ്വിൻ ചിലപ്പോൾ വരും എന്ന പ്രതീക്ഷയുണ്ട്. പിന്നീട് കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ ആ ഫ്ലൈറ്റ് അങ്ങ് പോകുന്നുണ്ട്. ആ ഫ്ലൈറ്റ് പോകണ കാണുന്ന ശ്രുതിക്ക് ഇങ്ങനെ ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ട് ശ്രുതി. എന്നിട്ട് ശ്രുതി ഇങ്ങനെ ചെറിയ ഒരു വിഷമമൊക്കെ ഉണ്ട്. അങ്ങനെ ശ്രുതി ഇങ്ങനെ മനസ്സ് പറയുന്നുണ്ട്, അങ്ങനെ അശ്വിൻ സാറ് പോയി എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് ശ്രുതിയുടെ മനസ്സിലും അശ്വിൻ പോയി, ലണ്ടനിലേക്ക് യാത്രയായി എന്നതാണ്. അതുപോലെ തന്നെ വീട്ടുകാരുടെ മനസ്സിലും അശ്വിൻ യാത്രയായി എന്ന് തന്നെയാണ്. പിന്നീടാണെങ്കിൽ ശ്രുതി അശ്വിൻ പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോകുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ശ്യാമിൻ്റെ ഗുണ്ടകളാണ് അശ്വിനെ തട്ടിക്കൊണ്ടു പോകുന്നത്. ഒരു സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ തട്ടിക്കൊണ്ടുപോയി തടവിൽ ഇങ്ങനെ പാർപ്പിച്ചേക്കുമായിരിക്കും അശ്വിന്. വെള്ളമൊന്നും കൊടുക്കൂല, അങ്ങനെ അശ്വിന് ഫുഡും കൊടുക്കാതെ ഇങ്ങനെ അവിടെ കെട്ടിയൊക്കെ ഇട്ടേക്കുമായിരിക്കും. പിന്നെ കുറേ എപ്പിസോഡുകൾക്ക് ശേഷം, അതായത് ഒരു 5-10 എപ്പിസോഡുകൾക്ക് ശേഷമാണ് പിന്നീട് ശ്രുതി അറിയുന്നത്, അതായത് അശ്വിൻ ഇങ്ങനെ ലണ്ടനിലേക്കല്ല പോയിരിക്കുന്നത്, അശ്വിനെ തട്ടിക്കൊണ്ട് പോയതാണെന്ന് മനസ്സിലാക്കുന്നുണ്ട് ശ്രുതി. എന്നിട്ട് ശ്രുതിയുടെ കൂടെ ആണെങ്കിൽ മനോരമ ചെല്ലുന്നുണ്ട്, അതായത് അശ്വിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് മനോരമയും ശ്രുതിയായിരിക്കും പിന്നീട് പോകുന്നത്. അങ്ങനെ കുറേ ബുദ്ധിമുട്ടിയൊക്കെയാണ് അശ്വിനെ കണ്ടെത്തുന്നത് ശ്രുതി. ഹിന്ദിയിൽ ഇങ്ങനെയാണ്, പക്ഷെ മലയാളത്തിൽ എനിക്കറിയില്ല എങ്ങനെയാണെന്നൊന്നും. അങ്ങനെ സത്യം പറഞ്ഞാൽ അശ്വിന് ഇങ്ങനെയൊക്കെ കിടക്കുന്ന സമയത്തായിരിക്കും അശ്വിൻ്റെ മനസ്സിൽ ശ്രുതിയോടുണ്ടായിരുന്നത് പ്രണയമാണെന്നൊക്കെ സത്യത്തിൽ മനസ്സിലാവുന്നത്. പിന്നീടാണെങ്കിൽ ശ്രുതി മനോരമ അവസാനം അശ്വിനെ കണ്ടെത്തുന്നുണ്ട്. ആ സമയത്ത് അശ്വിനാണെങ്കിൽ ഇങ്ങനെ വിചാരിക്കും, ഞാൻ തെറ്റിദ്ധാരണയുടെ പുറത്തായിരുന്നല്ലോ ശ്രുതിയെ സംശയിച്ചതെന്നൊക്കെ ഇങ്ങനെ അശ്വിൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. പിന്നീടാണെങ്കിൽ ശ്രുതിയുടെ ഈ പ്രയത്നമൊക്കെ കണ്ടിട്ട് അശ്വിന് സത്യം പറഞ്ഞാൽ വിഷമം തോന്നും ഇടയ്ക്കൊക്കെ. അതായത് ഇത്രയും പാടുപെട്ടൊക്കെ ശ്രുതി തന്നെ രക്ഷിക്കാൻ വേണ്ടി വന്നല്ലോ, ഇത്രയും കഷ്ടപ്പെട്ട്. അങ്ങനെ പിന്നീടൊന്നും ഒരു വഴക്കോ ഒന്നും കാണില്ല, പിന്നെ ഫുള്ള് റൊമാൻസ് ആയിരിക്കും. ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷം പിന്നെ അശ്വിൻ ശ്രുതിയെ
തെറ്റിദ്ധരിക്കുകയോ ദേഷ്യപ്പെടുകയോ വഴക്കുണ്ടാക്കുകയോ ഒന്നും ചെയ്യൂല. പിന്നെ പ്രണയിച്ച് ശ്രുതി അങ്ങ് കൊല്ലും അശ്വിൻ. അങ്ങനെയായിരിക്കും പിന്നീടുള്ള എപ്പിസോഡുകളെല്ലാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ആ ഒരു ഭാഗം. പിന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാം. എന്തായാലും അടുത്ത ആഴ്ച ഈ ഒരു ഭാഗമൊന്നും കാണിക്കാൻ സാധ്യതയില്ല. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ആഴ്ച തന്നെ കുറേ ലാഗ് വന്നതുകൊണ്ട് തന്നെ ഇവർ ജസ്റ്റ് ശ്രുതി അശ്വിൻ്റെ പേഴ്സണൽ ഡയറി കണ്ട് അതിൽ കാര്യങ്ങളൊക്കെ കേട്ടിട്ടും കണ്ടിട്ടൊക്കെ പേടിച്ച് ഇങ്ങനെ അശ്വിൻ കൊടുക്കുന്ന കാര്യങ്ങൾ പേടിച്ച് നിൽക്കുന്ന അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത ആഴ്ച എന്തായാലും മിക്കവാറും ശ്രുതി ഇങ്ങനെ ആത്മഹത്യക്ക് ശ്രമിക്കുന്നതും പിന്നെ ഈ സത്യങ്ങൾ അറിയുന്നതും ഒക്കെ കാണിക്കത്തുള്ളൂ. അതിൻ്റെ അടുത്ത ആഴ്ചയായിരിക്കും ഈ ഒരു എപ്പിസോഡൊക്കെ തുടങ്ങത്തുള്ളൂ മിക്കവാറും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.